എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, അമ്പും വില്ലും, ഒലക്കേട് മൂട്. ഹൈനാസ് വ്യൂവറീസ്, നമ്മളെ കുറേ നാൾ ഒരാൾ പറ്റിച്ച കഥയാണ് ഞങ്ങളുടെ അടുത്ത് പറയുന്നത്. കഴിഞ്ഞ മാർച്ചിൽ എത്തുമെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ച് പോരാത്തതിന് മാർച്ച് കഴിഞ്ഞപ്പോൾ നവംബറിലേക്ക് ആക്കിയത്. നവംബർ ആവാറായപ്പോൾ ഓടിപ്പിറിച്ച് സ്റ്റേഡിയം നവീകരിക്കലായി. ഇപ്പോൾ പ്രസ് മീറ്റിന് വന്ന് പറയുന്നു താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. നിങ്ങൾ പ്രസ് മീറ്റിംഗ് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ചാനൽ MD തന്നെയാണ് പുള്ളിയുടെ ചാനൽ, റിപ്പോർട്ടർ ചാനൽ. പുള്ളി വന്ന് പറയുന്നുണ്ട് ഈ വരുന്ന നവംബറിൽ മെസ്സിയും ടീമും കേരളത്തിൽ കളിക്കുമെന്ന് പുള്ളി തന്നെയാണ് പറയുന്നത്. ഇത് പുള്ളി ഇപ്പം തന്നെ മറുകണ്ഠം ചാടിയിട്ട് പറയുന്നു അങ്ങനെ താൻ പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ എത്ര നാൾ പറ്റിക്കാൻ പറ്റും? പറ്റിക്കാൻ പറ്റും, ഇഷ്ടംപോലെ നാൾ പറ്റിക്കാൻ പറ്റും. നമ്മൾ ഇങ്ങനെ മലയാളികളല്ലേ, നമ്മളിങ്ങനെ കുറേ നാളിങ്ങനെ പറ്റിച്ച് ഇവർക്ക് ഇങ്ങനെ കളിപ്പാട്ടം തട്ടുന്നോട് തട്ടി കളിക്കാം. ഇപ്പം പറയുന്നുണ്ട് അടുത്ത മാർച്ചിൽ 2026 മാർച്ചിൽ കളിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയണത്. എനിക്ക് തോന്നുന്നില്ല അന്ന് കളിക്കാൻ പറ്റുന്നു. കാരണം 2026 മാർച്ച് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞുമ്പേ വേൾഡ് കപ്പ് തുടങ്ങുകയാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അർജൻറ്റീന ടീം റിസ്ക് എടുത്ത് അവർ നമ്മുടെ നാട്ടിൽ വന്ന് കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഒരു നല്ലൊരു ടീമിനെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആദ്യം ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം സ്റ്റേഡിയമൊക്കെ നന്നാക്കി നല്ലൊരു സ്റ്റേഡിയമൊക്കെ ഉണ്ടോയെന്ന് നോക്കി, ഇല്ലെങ്കിൽ അത് നല്ലൊരു സ്റ്റേഡിയമൊക്കെ ഉണ്ടാക്കിയിട്ടല്ലേ നമ്മൾ അങ്ങനെ ഒരു ടീമിനെ നമ്മൾ കേരളത്തിലേക്ക് വിളിക്കാൻ പറ്റുള്ളൂ. വരേക്ക് നല്ല സ്റ്റേഡിയമൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നെങ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ നവംബറിൽ കളി കാണാൻ പറ്റുമായിരുന്നു. അതങ്ങനെ നമ്മുടെ നാട്ടിൽ നല്ലൊരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു, അത് പല പല കാര്യങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത് കുളമാക്കി കളഞ്ഞു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഫിഫയുടെ അംഗീകാരമുള്ള വേൾഡ് കപ്പ് വരെ നടന്ന ഒരു ഗ്രൗണ്ട് നമുക്കുണ്ടായിരുന്നു. കമ്മീഷൻ കാശിന് വേണ്ടിയും ഗിന്നസ് ബുക്കിൽ പേര് വരാൻ വേണ്ടിയും ആ ഗ്രൗണ്ട് തുറന്നു കൊടുത്തപ്പോൾ അതിൻ്റെ അവസ്ഥ മോശമായി. ഇനി ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ഗ്രൗണ്ട് വന്നാൽ പോലും എനിക്ക് തോന്നുന്നില്ല അതുപോലെ നിലനിർത്താനുള്ള കെൽപ്പ് നമ്മുടെ നാടിനുണ്ടെന്ന്. അതിൻ്റെ അവസ്ഥ ഇതുപോലൊക്കെ തന്നെയായിരിക്കുള്ളൂ. കുറേ നാൾ മുമ്പ് കോഴിക്കോട് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജോപ്പിളഞ്ചേരിയുടെ കാല് ഒരു കുഴിയിലേക്ക് വീഴുകയുണ്ടായി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഗ്രൗണ്ട് ജംബോ സർക്കസ് കമ്പനികൾക്ക് കൊടുത്തപ്പോഴാണ് അങ്ങനെ പറ്റിയത്. അവരവിടെ കുഴിയൊക്കെ എടുത്ത് ഗ്രൗണ്ടിലേ കുഴി വന്നു. അപ്പോൾ ഇതുപോലൊക്കെ ഉള്ള നാട്ടിൽ ഇനിയൊരു വലിയൊരു ടൂർണമെൻറ്റിന് വേണ്ടി വലിയൊരു ഗ്രൗണ്ട് ഉണ്ടാക്കിയാലും വലിയ കാര്യമൊന്നുമില്ല. കാരണം കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയായിരിക്കും നമുക്കൊക്കെ. ഇവരുടെ കളികളാണ്. കുറേ ജനങ്ങളെ പറ്റിക്കണം, കാശുണ്ടാക്കണം. നമ്മൾ ജനങ്ങളാകുമ്പോൾ ഒക്കെ വിശ്വസിച്ച് ഇങ്ങനെ കേട്ട് ഇനി ഈ വർഷം മുതൽ അടുത്ത വർഷം വരെ ആയിരിക്കും അങ്ങനെ